ഡാ, അവളുടെ വയറ്റിൽ വളരുന്ന നിന്റെ കുഞ്ഞിന്റെയും നിങ്ങൾ 3 പേരും അടങ്ങുന്ന നിങ്ങളുടെ കുടുംബത്തിന്റെയും ഭാവിയുടെ വിഷയമായിട്ട് വേണം ഇതൊക്കെ അവതരിപ്പിക്കാൻ. എങ്കിൽ മാത്രമേ അത് അവളുടെ മനസ്സിൽ കയറി കൊളുത്തു. പിടികിട്ടിയമ്മ, ഞാനത് വേണ്ട രീതിയിൽ അവളെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിച്ചോളാം. വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യണം. ഒരിക്കൽ പരാജയപ്പെട്ടാൽ പിന്നെ വീണ്ടും ഈ കളി നടക്കില്ല. SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്കുള്ള നിന്റെ വഴി അതോടെ അടയും. അത് ഓർമ്മ വേണം. മനസ്സിലായല്ലോ? ചേച്ചി വാ. അമ്മേ, ദേ സുമിതേച്ചി വന്നിരിക്കുന്നു. ആഹാ, മോളെ സുമി, വാ ഇരിക്ക്, വാ. മോളെ ഇവക്ക് കോഫി. സ്ട്രോങ് കോഫി അല്ലേ, ഇപ്പൊ എടുക്കാം. എന്താ? ഒടുവിലറിഞ്ഞത് ഇവിടെയായിരുന്നു. വന്ന് ഇങ്ങനെ വീട്ടിൽ പോലും വരാതായാൽ. അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാ രീതിയിലും നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കാൻ മാത്രമേ ഞാൻ പരിശ്രമിച്ചിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ നീ ഇനി പറഞ്ഞിട്ട് വേണം മോളെ. എനിക്ക് നന്നായി അറിയാം നിന്നെ. എന്റെ ഗിരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നീയെന്ന് ഞാൻ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ മോന്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു സ്ഥാനവും സാമീപ്യവും കിട്ടിയത് നീ മുൻകൈ എടുത്തോണ്ട് മാത്രമാ, നിന്റെ പ്രയത്നം കൊണ്ട് മാത്രമാണ്. അതൊക്കെ അവനും അറിയാം. നിന്നോട് മാനസികമായിട്ട് അകലാൻ അവൻ എങ്ങനെ കഴിയും മോളെ? ഗിരിക്കറിയില്ലമ്മേ. ഗിരി ഇപ്പൊ എന്നോട് പഴയതുപോലെയല്ല പെരുമാറുന്നത്. പക്ഷേ ചേച്ചിക്ക് വേണ്ടിയല്ലേ ഗിരിയേട്ടൻ മറ്റാർക്കും വേണ്ടി ചെയ്യാത്ത വിട്ടുവീഴ്ച
എന്തൊരു ഇരിപ്പാ ഇത്? എഴുന്നേറ്റ് വന്നേ, നമുക്കൊന്ന് പുറത്തു പോയാലോ? എങ്ങോട്ടാ നന്ദു? ഉം. അങ്ങനെ പ്രത്യേകിച്ച് എങ്ങോട്ടുമില്ല, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, ഏതെങ്കിലും സിനിമ കണ്ടാലോ? വീട്ടിനകത്ത് തന്നെ ഇരുന്ന് ബോറടിച്ചു നിധിയേട്ടാ. എനിക്കെന്തൊരു മൂഡില്ല നന്ദു. എന്താ, ആരോടെങ്കിലും വഴക്കിട്ടോ? ഏയ്, ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഞാൻ ആരോട് വഴക്കിടാനാ? ചില സമയം വെറുതെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ചില സത്യങ്ങൾ മനസ്സിൽ പൊങ്ങി വരും. അതെന്നെ വല്ലാതെ അസ്വസ്ഥനാക്കും. ഇതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എവിടെയെങ്കിലും പോവാന്ന്. നിതീഷേട്ടന് ധാരാളം ഫ്രീ ടൈം ഉണ്ട്, അതാ പ്രശ്നം. വേണ്ടതും വേണ്ടാത്തും എല്ലാം വെറുതെ ചിന്തിച്ചു കൂട്ടാൻ ഒരുപാട് സമയമുണ്ടല്ലോ. വളരെ ശരിയാ നീ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ഫ്രീ ടൈം മാത്രമേ ഉള്ളൂ. അത് തന്നെ എന്റെ പ്രശ്നം. ഗിരിയേട്ടന്റെ കമ്പനിയിലെ നമ്മുടെ കൺസ്ട്രക്ഷൻ വിങ്ങിന്റെ ഇൻചാർജ് ആയിരുന്നു ഞാൻ. മാനേജിംഗ് ഡയറക്ടറുടെ പോസ്റ്റ്. ഒന്നിനും സമയം കിട്ടാത്ത അവസ്ഥയിൽ ഉറക്കം പോലും കളഞ്ഞാ ഞാൻ ജോലി ചെയ്തിരുന്നത്. എനിക്കറിയാം നിധിയേട്ടാ, ഞാൻ പോലും വിളിച്ച ഫോൺ എടുക്കാറില്ലായിരുന്നല്ലോ. എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ. പക്ഷേ ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കി ചിന്തിക്കുമ്പോ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്നുണ്ടോ, അത്രയും ആത്മാർത്ഥത കാണിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കാണിച്ച ആത്മാർത്ഥതയൊന്നും എനിക്ക് തിരികെ കിട്ടിയില്ല. ആ ജോലി പോലെ ഒരു ഔദാര്യമായിരുന്നു. ഗിരിയേട്ടന്റെ വെറും ഔദാര്യം. ആൾക്ക് തോന്നുമ്പോൾ നിയമിക്കാനും തോന്നുമ്പോൾ പറഞ്ഞുവിടാനും മാത്രമുള്ള ഒരു പ്രൊഫഷണൽ ടേംസ്. പക്ഷെ അതെന്താ അങ്ങനെ? സ്വന്തം അനിയനായ നിതീഷേട്ടനെ ഗിരിയേട്ടൻ എന്താ കൂടുതൽ പരിഗണിക്കാത്തത്? നീ പറഞ്ഞ പോലെ സ്വന്തം അനിയനായി ഗിരിയേട്ടൻ ഒരു പക്ഷെ എന്നെ കാണുന്നുണ്ടാവില്ല. സത്യത്തിൽ ഞാൻ ആരുമല്ല. എനിക്ക് പൂർണ്ണമായി എന്റേതെന്ന് പറയാൻ ആരുമില്ലെന്നു. ഗിരിയേട്ടൻ പരിഗണിച്ചില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കണം. എന്തിനാ താഴ്ന്നു കൊടുക്കുന്നത്? നിതീഷേട്ടൻ പുറത്ത് പല കമ്പനിയിലും ജോലിക്ക് ട്രൈ ചെയ്യണം. അതാവുമ്പോ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാവരുടെയും മനസ്സിൽ 100 ചോദ്യങ്ങൾക്ക് ഇടവെക്കുന്നുണ്ടോ. സ്വന്തം കുടുംബത്തിനകത്ത് ചേട്ടനും അനിയനും തമ്മിലുള്ള അസ്വാരസ്യങ്ങള് നാട്ടില് പാട്ടാവും. അത് വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ. അല്ല നിതീഷേട്ടാ, ഈ SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് ഗിരിയേട്ടന്റെ അച്ഛന്റെ കമ്പനിയല്ലേ? എന്ന് വെച്ചാൽ അതൊരു ഫാമിലി ബിസിനസ് ആണെന്നല്ലേ അർത്ഥം? അപ്പൊ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ തുല്യ അവകാശം ഉണ്ടാവേണ്ടതല്ലേ? ഈ ന്യായങ്ങളൊക്കെ ഗിരിയേട്ടനോട് ആര് പറയാനാ? ഇവിടെ പ്രത്യേകിച്ച് ഓഫീസില് ഗിരിയേട്ടന്റെ അധികാരമല്ലേ നടക്കുന്നത്. ബാക്കി എല്ലാവരും പുള്ളിക്കാരന്റെ ഭരണത്തിന്റെ കീഴില് ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥയല്ലേ? പക്ഷേ ഗിരിയേട്ടൻ തന്നെയല്ലേ എല്ലാവരുടെ കാര്യം നോക്കുന്നത്? അതെ, നമ്മുടെ എല്ലാവരുടെ കാര്യങ്ങളും ഒരു പരാതിയില്ലാതെ ഒരു കുറവും വരാതെ ഏട്ടൻ നോക്കുന്നുണ്ട്. സമ്മതിച്ചു. പക്ഷേ അധികാരം ഗിരിയേട്ടനൊരു വീക്ക്നെസ് ആണെന്തോ. മറ്റാർക്കും അത് പങ്കിട്ട് കൊടുക്കാൻ അങ്ങേര് തയ്യാറല്ല. അപ്പോ ജീവിതകാലം മുഴുവൻ നമ്മൾ ഇങ്ങനെ ഗിരിയേട്ടനെ ആശ്രയിച്ചു കഴിയുന്നാണോ ഗിരിയേട്ടൻ കരുതുന്നത്? അതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നവും. ആണൊരുത്തനായിട്ട് സ്വന്തമായി ഒരു വരുമാനം ഇല്ലാതെ ജീവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നെ കൊല്ലുന്നതിന് തുല്യം അത്. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുന്നുണ്ടോ? അമ്മയെ ഏട്ടനെയൊക്കെ ആശ്രയിച്ച് കഴിയുന്ന ഒരാളാണ് നിന്റെ ഭർത്താവാണെന്ന് പറയാൻ നിനക്ക് അഭിമാനം തോന്നൂ? പണം എത്ര വേണമെങ്കിലും ഉണ്ട്, അതിന് യാതൊരു പഞ്ഞവുമില്ല. പക്ഷേ പരാശ്രയം പരാശ്രയം തന്നെയല്ലേ? ഞാനുണ്ടാക്കുന്ന ശമ്പളത്തിൽ നിന്ന് നിനക്കൊരു തരി പൊൻ
കൈ നീട്ടേണ്ട അവസ്ഥ വന്നാ? കുഞ്ഞിനെന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെങ്കിൽ, അതിന്റെ പിറന്നാളൊന്ന് ആഘോഷിക്കണമെങ്കിൽ, അതൊക്കെ ഗിരിയേട്ടൻ കനിഞ്ഞു തരുന്ന തുകയ്ക്കുള്ളിൽ ചെയ്യേണ്ട അവസ്ഥ വന്നാ? നീ അതൊന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിധിയേട്ടാ. എല്ലാം പോട്ടെ, ഇങ്ങനൊരു മോശം പ്രവൃത്തി എന്നോട് ചെയ്യുന്നതിന് മുമ്പ് ഗിരിയേട്ടൻ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അല്ല, ഈ SS ഗ്രൂപ്പ് ഓഫ് കമ്പനി ഇന്നത്തെ നിലയിൽ എത്തിയത് ഗിരിയേട്ടന്റെ മാത്രം കഷ്ടപ്പാടും പ്രവൃത്തി കൊണ്ട് മാത്രമല്ല, ഞാനും കൂടി ചോര നീരാക്കിയ കമ്പനിയാ. എന്നിട്ടിപ്പോ എല്ലാം ഗിരിയേട്ടന്റെ മാത്രമായി മാറി. ഞാൻ ആരും ഇല്ലാതായി, എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ഇല്ലാതായി. എനിക്കൊരു സംശയം നിധിയേട്ടാ. ഇനിയൊരു പക്ഷേ നമ്മുടെ കല്യാണം നടന്നോടെ ഗിരിയേട്ടന്റെ മനസ്സ് മാറിയതാവോ? ചിലപ്പോ ഇനി നിധിയേട്ടൻ അധികാരങ്ങളൊക്കെ ചോദിച്ചു വാങ്ങിയാലോ എന്ന് പേടിച്ച് സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയായിരിക്കുമോ? ആയിരിക്കാം. എന്തായാലും അത് മര്യാദയല്ലല്ലോ, അന്യായമല്ലേ ഏട്ടൻ എന്നോട് കാണിക്കുന്നത്? 4 ആൾക്ക് മുമ്പിൽ പറയാനൊരു ജോലി, SS ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം, അത് മാത്രം മതി എനിക്ക്. നിന്റെയും നമ്മുടെ കുഞ്ഞിന്റെയും മുമ്പിൽ തലകുനിക്കേണ്ടി വന്ന അതെന്നെ കൊല്ലുന്നതിന് തുല്യായിരിക്കും നന്ദു. നമുക്ക് ഇക്കാര്യം ഗിരിയേട്ടനോട് സംസാരിക്കാൻ നമുക്ക് അമ്മയോട് പറഞ്ഞൂടെ? അമ്മയ്ക്കല്ല, അതിനെന്നെ സഹായിക്കാൻ നീ വിചാരിച്ചാലേ കഴിയും. ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമായിരുന്നെങ്കിൽ അത് ഞാൻ എപ്പോഴേ വിചാരിച്ചേനെ, നടത്തിയെടുക്കുകയും ചെയ്തേനെ. പക്ഷേ ഈ വിഷയത്തിലൊക്കെ ഞാൻ എന്ത് ചെയ്യാനാ നിരീക്ഷേട്ടാ? ഈ വിഷയം നീ നിന്റെ ചേച്ചിയോട് പറഞ്ഞാൽ മാത്രം മതി. അമ്മ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഗിരിയേട്ടൻ കേട്ടെന്ന് വരില്ല. പക്ഷേ സുമതിയേട്ടത്തി പറഞ്ഞ ഗിരിയേട്ടൻ അതിനപ്പുറം നിൽക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചേച്ചിയോട് ഇത് ഞാൻ നേരിട്ട് പോയി പറഞ്ഞാ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, അമ്മ എനിക്ക് തന്ന ATM കാർഡിന്റെ വിഷയത്തിൽ ചേച്ചി ഇത്തിരി കലിപ്പ. പക്ഷെ നിധിയേട്ടൻ നിരാശപ്പെടണ്ട. കുറച്ചും കൂടെ എളുപ്പം കാര്യം നടക്കുന്ന വേറൊരു വഴിയുണ്ട്. ആ വഴിക്ക് ഞാനിത് ഓപ്പറേറ്റ് ചെയ്തോളാം. നിനക്കറിയില്ലേ സുമി, അതിന് ഞാനായിട്ട് പറഞ്ഞു തരണോ? ഈ സ്ഥാനവും സ്നേഹവും ഒക്കെ മനസ്സിലിങ്ങനെ അടച്ചു പൂട്ടി വെച്ചിരുന്ന മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവാ? മനസ്സിലുള്ളതൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് പ്രകടിപ്പിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ മറ്റുള്ളവർക്ക്. ഒരിക്കലും ഞാൻ പ്രകടിപ്പിച്ചില്ലെങ്കിലും എന്റെ പ്രവൃത്തി കൊണ്ട് സുമി അത് തിരിച്ചറിയുന്ന ഞാൻ കരുതിയെ. എന്നെ കൊന്നുകളയുന്നതിന് തുല്യമായ പല സന്ദർഭങ്ങളിലും ഞാൻ നിനക്ക് വേണ്ടി വന്ന് നിന്ന് തന്നിട്ടില്ലേ സുമി? അത് നിന്നോട് എനിക്കുള്ള സ്നേഹം കൊണ്ട് തന്നെയല്ലേ? ജീവിതത്തിൽ ഇന്നുവരെ ആർക്കു വേണ്ടി ഞാൻ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടില്ല. എന്റെ ഇഷ്ടങ്ങൾക്കെതിരായി ഞാൻ ഇന്നുവരെ ഒന്നും പ്രവർത്തിച്ചിട്ടുമില്ല. ആരുടെ മുമ്പിലും തല കുനിച്ചിട്ടുമില്ല. അതൊക്കെ എപ്പോഴെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുമിക്ക് വേണ്ടി മാത്രമാണ്. സുമിയുടെ വീട്ടുകാരുടെ മുമ്പിൽ സുമി തല കുനിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ നിനക്ക് ഉത്തരം മുട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രം.
നീ എന്റെ ആരും അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു വേണ്ടി ഇത്? അല്ല, നീ പ്രസാദം തൊട്ടില്ലേ? ആ ആ, ആ, അമ്മയല്ലേ ഇത്? അമ്മേ, ചേച്ചി, ഇത് വലിയ സർപ്രൈസ് ആയിപ്പോല്ലോ. നിങ്ങളിവിടെ വെച്ച് കാണുമെന്നേ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളും പ്രതീക്ഷിച്ചില്ല മോളെ. ഞാൻ നിങ്ങളെയും പ്രതീക്ഷിച്ചില്ല. ഇരുന്നിരുന്നേ അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞത് ഏതായാലും വെറുതെ ആയില്ല. ആ, അമ്മ ഇവളെ അന്ന് കല്യാണത്തിന് കണ്ടതല്ലേ ഉള്ളൂ. അന്ന് കാണാനും മിണ്ടാനും ഒന്നും സൗകര്യപ്പെട്ടില്ലല്ലോ. സുഖായിരിക്കുന്നോ മോളെ? ഒരു ദിവസം നീ നിന്റെ ചേച്ചിയുടെ കൂടെ വീട്ടിലേക്ക് വരണം. പായസവും കുട്ടി ഊണൊക്കെ കഴിച്ചിട്ട് മടങ്ങാം കേട്ടോ. ആ നന്ദു, ചേച്ചിയുടെ കിന്നാരൊക്കെ പറഞ്ഞിരുന്നിട്ട് വന്നാ മതി. ഭയങ്കര വെയില്. ഞാൻ കാറിലുണ്ടാവും. അമ്മേ, അവക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം. അമ്മ പൊറുക്കണം. ഏയ്, നീ എന്തിനെങ്ങനെ വേവലാതിപ്പെടുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരവർ ചെയ്യുന്ന കാര്യങ്ങളിലെ ശരിയും തെറ്റും അവരവർക്കല്ലേ മോളെ ബോധ്യപ്പെടേണ്ടത്. അവള് പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അമ്മേ. അറിയാം, അനുരാധയാണ് അവളെ മാറ്റിയെടുക്കുന്നത്. കൂടെ നിൽക്കുന്നവരാരാണെന്നും ശത്രുക്കൾ ആരാണെന്നും നന്ദിത പതിയെ തിരിച്ചറിഞ്ഞോളൂ. ആ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ മറന്നു. ഗിരിയേട്ടനുമായിട്ടുള്ള പിണക്കം മാറിയോ? മാറി. ഗിരിയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എനിക്ക് അറിയാതെയല്ല. പക്ഷേ ചില നേരം ചില കാര്യങ്ങള് പ്രിയപ്പെട്ടവരുടെ നാവിൽ നിന്ന് ഒരിക്കൽ കൂടി കേൾക്കണം തോന്നില്ലേ നമുക്ക്? സത്യം പറഞ്ഞ ഗിരി എന്റെ കൂടെയുണ്ടെന്നുള്ള ഒറ്റ ബലത്തിലാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ആ ബലം ഉള്ളതുകൊണ്ട് മാത്രം ഇതുപോലുള്ള സങ്കടങ്ങളും വേദനകളും ഒക്കെ തരണം ചെയ്യാൻ എനിക്ക് പറ്റുന്നത്. ശരിയെന്നാ ചെല്ലട്ടെ അമ്മ. പ്രതീക്ഷ പിന്നെ കാണാം കേട്ടോ. ശരി. ചെല്ലും മോളെ. നീ എന്താ അവരോട് അങ്ങനെ പെരുമാറിയത്? ആരോട്? എങ്ങനെ പെരുമാറിയുന്നു? മഹാലക്ഷ്മി അമ്മയോട്. വേറെ ആരോട്? എന്റെ പെരുമാറ്റത്തിന് കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ. നന്ദു, എന്താ നിനക്ക് പറ്റിയത്? ഓരോ ദിവസം കഴിയും തോറും നിന്റെ സ്വഭാവം കൂടുതൽ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് കൊള്ളാം. ഞാൻ എന്ത് മോശമായിട്ട് പെരുമാറിയെന്ന ചേച്ചി ഇപ്പൊ പറയുന്നേ? ആ പൊരി വെയിലത്ത് നിൽക്കാൻ പറ്റാത്തോണ്ട് ഈ കാറിൽ വന്നിരുന്നാണോ ഇത്ര വലിയ തെറ്റായി പോയത്? എന്നല്ല നന്ദു, എന്ത് പറയുന്നതിന് ഒരു രീതിയൊക്കെ ഇല്ലേ? അങ്ങനെ അഹങ്കാരത്തോടെ മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കാൻ പാടില്ല. സുമേച്ചി എന്തിനാ ഇപ്പൊ എന്നോട് വഴക്കിന് വരണേ? ഞാൻ സാധാരണ പോലെ തന്നെയാണ് പെരുമാറിയത്, അത്രേ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ പറ്റുമോ? എന്നല്ല നന്ദു ഞാൻ പറഞ്ഞത്. അവരന്യ സ്ത്രീയൊന്നും അല്ലല്ലോ. അവരാരാ നിനക്കറിയില്ലേ? ഗിരിയുടെ അമ്മയാണ്. അതോർത്തെങ്കിലും നിനക്ക് അവരുടെ അടുത്ത് അല്പം കൂടി മാന്യമായിട്ട് പെരുമാറാം. അതാ ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ മാന്യത കാണിക്കാൻ എനിക്ക് അവരെ അത്രയ്ക്ക് അറിയ പോലുമില്ലല്ലോ ചേച്ചി. ഇനിയിപ്പോ അവര് ഗിരിയേട്ടന്റെ അമ്മയാണെങ്കിൽ തന്നെ എനിക്കിപ്പോ എന്താ? അവരെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നീ എന്തിനാ വെറുതെ എഴുതാപ്പുറമൊക്കെ വായിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഗിരിയേട്ടന്റെ അമ്മയായതുകൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കണം എന്നല്ലേ ചേച്ചി പറഞ്ഞു വരുന്നത്? നിതീഷേട്ടനും ഗിരിയേട്ടന്റെ ഒക്കെ അമ്മ എന്ന് പറഞ്ഞ് ഇത്രയും നാളും ഞാൻ ബഹുമാനിച്ചിരുന്നത് അനുരാധ അമ്മയാണ്. ഇപ്പൊ പെട്ടെന്നൊരാള് മാനത്തിൽ നിന്ന് ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നപ്പോ അതനുസരിച്ച് പെരുമാറാനൊന്നും എനിക്ക് പറ്റില്ല. ചേച്ചി ആരെ വേണമെങ്കിലും അമ്മയെന്നോ അച്ഛനെന്നോ മാറ്റി മാറ്റി വിളിച്ചോ. അതിനൊക്കെ ചേച്ചിക്ക് പ്രയോജനങ്ങൾ ഉണ്ടാവും. എന്നെ വെറുതെ നിർബന്ധിക്കാൻ വരണ്ട. നീ എന്താ അസംബന്ധമായി പറയുന്നത്? ഒരു അസംബന്ധം അല്ല ചേച്ചി, കാര്യം തന്നെ പറഞ്ഞത്. എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ
ഞാൻ ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട്. എനിക്കത് മാത്രം നോക്കിയാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ പോകേണ്ടത് സുമിതാ മേഡത്തിന്റെ വീട്ടിലേക്കല്ലേ? വീട്ടിലേക്കോ? ആ അതെ, ഞാൻ പറയാൻ വിട്ടുപോയി. അമ്മ എന്നോട് ഇന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നീയും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയി പെട്ടെന്ന് തിരിച്ചു വരാം. അയ്യോ ഞാനില്ല. ഇന്ന് ആക്ച്വലി അനുരാധമ്മയുടെ കൂടെ വിമൻസ് ക്ലബിൽ പോവാനുള്ളതാ. ഇന്ന് ക്ലബിൽ അമ്മ എനിക്ക് മെമ്പർഷിപ്പ് എടുത്ത് തരാന്നാ എന്നോട് പറഞ്ഞത്. വൈകാൻ പറ്റില്ല എന്തായാലും.